ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ധർമ്മം മുറിയിലേക്ക് എന്നു. എന്നിട്ട് സുകന്യയോട് പറഞ്ഞു, ഇതേ നീ പറഞ്ഞ മോഡൽ വാച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, ആഹാ കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സുകന്യ വാച്ച് നോക്കുവാണ്. ആഹാ എനിക്ക് ഇഷ്ടപ്പെട്ടു ധർമ്മേട്ടാ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അല്ല ഇതിന് എത്ര രൂപയായി? ഇതേ 30,000 രൂപയുടെ വാച്ചാ, 25,000 രൂപയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പോഴെനിക്ക് സന്തോഷമായത്. ഇതിന്റെ ഒറിജിനൽ വാച്ചിന്റെ വില എത്രയാണെന്ന് അറിയാവോ? 1,00,000 രൂപയ്ക്കൊക്കെ മോളി പോന്ന് പറഞ്ഞു. അയ്യോ എന്റെ പൊന്നു മോളെ, അത്രയും വലിയ വില കൂടിയ വാച്ചൊന്നും മേടിക്കാൻ ഇനി എന്നോട് പറയരുത് കേട്ടോ, ഇതും കൊണ്ട് നിർത്തിക്കോണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സുകന്യ പറഞ്ഞു, ഇല്ല പിന്നെ അറിയാലോ ഇത് എന്തിനാ നിനക്ക് ഞാൻ വാങ്ങിച്ചു തന്നേന്നുള്ള കാര്യം. സുകന്യ പറഞ്ഞു, എനിക്കറിയാം, ഗോമതി സ്റ്റോഴ്സിലേക്ക് ഞാൻ പോവാതിരിക്കാൻ വേണ്ടിട്ടല്ലേ. ഇനി ഞാൻ പോകത്തില്ല, പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയത്ത് പോലും ഇല്ലാന്ന് പറഞ്ഞു. അത് മതിയെന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, ഞാനിതെല്ലാരെയും കാണിക്കട്ടെ. സുകന്യക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് വാച്ചൊക്കെ ആയിട്ട് നേരെ ഹാളിലേക്ക് ചെല്ലുക. ഈ സമയം ശ്രീദേവി ഒരു മൂലയ്ക്കിരുന്ന് കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കടയിലെ. അങ്ങനെ വാച്ച് കൊണ്ടുപോയി മീനാക്ഷി മിത്ര എല്ലാരെയും കാണിക്കണം. മീനാക്ഷി പറഞ്ഞു, ആഹാ കൊള്ളാലോ, നല്ല വാച്ചാണല്ലോ എന്ന് പറഞ്ഞു. നല്ല വില കൂടിയ വാച്ച് തന്നെ മാമൻ വാങ്ങി തന്നല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആര്യനും ആകാശും ആനന്ദും എല്ലാരും കൂടെ വന്നു. അങ്ങനെ അവരെല്ലാരും വാച്ച് നോക്കി ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, ആഹാ കൊള്ളാലോടാ, നല്ല വിലയായിട്ടുണ്ടെന്ന് തോന്നുമല്ലോ ഇതിന്. നല്ല വിലയായിട്ടുണ്ട്. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ഇത്തേ കിടക്കുന്ന വില പ്രൈസ് ടാഗ് ഉണ്ട്, 30,000 രൂപയാ. 30,000 രൂപയുടെ വാച്ചോ എന്ന് ബാലൻ ചോദിച്ചു. അതെ. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, 25,000 രൂപയ്ക്ക് കിട്ടി ധർമ്മേട്ടന്, റിഡക്ഷൻ കിട്ടിയതാന്ന് പറഞ്ഞു. എടാ ധർമ്മ, ഇത്രയും വിലയുള്ള വാച്ചൊക്കെ നീ വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്തിനാണ് ഇത്രയും വിലയുള്ള വാച്ച്? അത് കേട്ട് കഴിഞ്ഞപ്പോ ആര്യം പറഞ്ഞു, എന്റെ അച്ഛ മാമനൊരു സമ്മാനമായിട്ട് കൊണ്ടേ കൊടുത്തല്ലേ, അതിപ്പോ ചോദിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. എടാ വാച്ചിന്റെ ഉപയോഗം എന്താ? സമയം നോക്കണം. വില കൂടിയ വാച്ച് മേടിച്ചു നോർത്തോണ്ട് സമയത്ത് മാറ്റം വരാനൊന്നും പോകുന്നൊന്നും ഇല്ലല്ലോ. നമ്മുടെ ആവശ്യം നടക്കണം, അതല്ലേ നമ്മൾ നോക്കണ്ടേന്ന് ബാലൻ ചോദിച്ചു. അത് കേട്ടപ്പം ആകാശ് പറഞ്ഞു, ഈ അച്ഛന്റെ ഒരു കാര്യം പറഞ്ഞാല്, അച്ഛാ ഇതെന്നൊക്കെ പറഞ്ഞ അതിന്റെ ബേസ് മോഡലാ. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ അതിനേക്കും മേലെയാ. 1,00,000 2,00,000 രൂപയ്ക്കാ. പിന്നെ 1 കോടി രൂപയുടെ വാച്ച് വരെ ഇന്നത്തെ കാലത്തുണ്ട്. പിന്നെയാ. അപ്പോഴേക്കും കോമതി വെച്ചു, 1 കോടി രൂപയുടെ വാച്ചോ? അതെ, അത്രയും വിലയുള്ള വാച്ച് വരെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവര് വാച്ചൊക്കെ നോക്കി ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയാം. പക്ഷെ ശ്രീദേവി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ദേവിയടുത്ത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്ന പോലും ഇല്ലാന്ന് തോന്നേ. ഇന്നും കണക്കിനകത്ത് മുങ്ങി താണിരിക്കുക. എന്ത് ചെയ്യാനെന്ന് പറ, കടയിലേക്ക് കയറിയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അത് ശരിയാണല്ലോ, എന്ത് പറ്റി ദേവിയടുത്തി? ഇന്നും കണക്കിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടായോ? 1 രൂപ വല്ലതും കുറഞ്ഞു പോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കോമതി പറഞ്ഞു, മോളെ ഇന്നെന്ത് പറ്റി? 1000 രൂപയാണോ 2,000 രൂപയാണോ കുറഞ്ഞെന്ന് ചോദിച്ചു. ആ സമയത്ത് ശ്രീദേവി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. പിന്നീട് ബാലനെ വിളിച്ചു. ബാലച്ച, അതെ ഇന്ന് ബാലച്ചൻ ഡീലർക്ക് കൊടുക്കാനായിട്ട് 25,000 രൂപയല്ലേ അവിടെ വെച്ചെന്ന് ചോദിച്ചു. 25,000? അല്ല മോളെ, 50,000 രൂപ വെച്ചേ. 50,000 രൂപയോ? അല്ല ബാലച്ച, 25,000 രൂപയുടെ കണക്കോ കാണുന്നുള്ളല്ലോ. 25,000? മോള് ശരിക്കും ഒന്നുകൂടെ നോക്കിയേ. ഇല്ല ബാലച്ച, ഞാൻ നോക്കി, 25,000 രൂപയുടെ കണക്കോ കാണുന്നുള്ളൂ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അല്ല, ഞാന് 50,000 രൂപ വെച്ചേ, 25,000-ന് 2 കെട്ടാ വെച്ചേന്ന് പറഞ്ഞു ടേബിളില്. അതെങ്ങനെ ശരിയാവും? അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ഞാനാണല്ലോ എടുത്ത് അവിടേക്ക് വെച്ച്, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോള് ശരിക്കും ഒന്ന് ഓർത്ത് നോക്കിയേ, 1 കെട്ടാണോ 2 കെട്ടാണോ എടുത്ത് വെച്ചേന്ന്. അത് പിന്നെ ബാലച്ച, എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അതിന് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കടയിൽ തന്നെ പൈസ കാണും, ബാക്കി 25,000 രൂപ കടയിൽ കാണും, നമുക്ക് നാളെ പോയി നോക്കാന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, അത് മതിയെന്ന് പറഞ്ഞു. പക്ഷെ ശ്രീദേവി പറഞ്ഞു, അത് പറ്റില്ല, കണക്കുകൾ എപ്പോഴും കൃത്യമായിരിക്കണം. 25,000 രൂപ നിസ്സാര കാര്യമല്ല ബാലച്ച, നമുക്കിപ്പൊ തന്നെ കടയിലേക്ക് പോവാം, ഇപ്പൊ പോയി ആ പൈസ നോക്കാന്ന് പറഞ്ഞു. ഇപ്പോഴോ? കോമതി, ഇപ്പോഴൊന്നും പോകണ്ട മോളെ, നാളെ നോക്കിയാൽ മതി. അത് പറ്റില്ല, എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. 1-ഉം 2ഉം അല്ല, 25,000 രൂപയാ, അതിപ്പോ തന്നെ പോയി നോക്കണം. ബാലച്ച വാ ബാലച്ച, പോയി നോക്കാന്ന് പറഞ്ഞു. ഇവിടെ ബാലൻ ഗോമതി പറഞ്ഞു, ആ കടയുടെ കീ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ, ശ്രീദേവിയും ബാലനും കൂടെ കടയിലേക്ക് ചെന്നു. കടയിൽ ചെന്നിട്ട് അവിടെയൊക്കെ അരിച്ചു പെറുക്കി നോക്കിയിട്ട് കാണുന്നില്ല. ഡ്രോയർ തുറന്നു നോക്കി, ടേബിളിലൊക്കെ നോക്കി, അവിടെ എങ്ങും കാണുന്നില്ല. എവിടെ പോയെന്നറിയില്ല. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, മോളെ നീ ശരിക്കും ഓർക്കുന്നുണ്ടോ? 2 കെട്ടാണോ 1 കെട്ടാണോ നീ എടുത്തു വെച്ചെന്ന്? എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ എടുത്തു വെച്ച കാര്യം ഓർക്കുന്നുണ്ട്, പക്ഷെ അത് എത്ര എങ്ങനെയൊന്നും എനിക്ക് ഒരു ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു.
ഒരു പക്ഷെ ഇനി താഴെങ്ങാനും ചാടി കിടപ്പുണ്ടോ? അങ്ങനെ താഴെയൊക്കെ നോക്കി, പക്ഷെ അവിടെ ഇല്ല. എവിടെ പോയി പൈസ? ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഒന്നും രണ്ടുമല്ല, 25,000 രൂപയല്ലേ മോഷണം പോയിരിക്കുന്നേ. അതെവിടെ പോയെന്ന് പോലും അറിയില്ല. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, എന്റെ കയ്യിലെ കുഴപ്പമാണല്ലോ ബാലച്ച, ഞാൻ ഒന്നുകൂടെ സൂക്ഷിക്കേണ്ടതായിരുന്നല്ലോ. അതിന് മോൾ എന്ത് തെറ്റ് ചെയ്യുന്ന എന്നൊക്കെ ബാലൻ പറഞ്ഞു. കുറച്ച് സമയം അങ്ങനെ കഴിഞ്ഞുപോയി. ഈ സമയത്ത് സുകന്യ പറഞ്ഞു, നല്ല ഒന്നാം തരം സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. വെറുതെ അത് നശിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മ സുകന്യെ ഒന്ന് നോക്കി. ആ സമയം ഗോമതി പറഞ്ഞു, നീ എന്താ സുകന്യ ഇങ്ങനെയൊക്കെ പറയണമെന്ന് വെച്ചു. സുകന്യ പെട്ടെന്ന് പറഞ്ഞു, അല്ല അത് പിന്നെ ഗോമതി ചേച്ചി, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, പണം പോയത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് നിർത്തി. അപ്പോഴേക്കും ബാലനും ശ്രീദേവിയും കൂടെ അങ്ങോട്ട് വന്നു. അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് എല്ലാവരും കൂടെ ഓടി അവരുടെ അടുത്തേക്കുന്നു. എന്നിട്ട് പൈസയുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. ബാലൻ പറഞ്ഞു, കടയിലെങ്ങും ഇല്ലാന്ന് പറഞ്ഞു. കടയിലില്ലേ? പിന്നെ അത് എവിടെ പോയി ബാലേട്ടാ? അതാ അറിയില്ലാത്ത. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോമതി ചോദിച്ചു, ബാലേട്ടന് ഉറപ്പുണ്ടോ ബാലേട്ടന് 50,000 രൂപ കൊണ്ടേ വെച്ചെന്ന്? അതെന്താ ഗോമതി അങ്ങനെ? ഡീലർക്ക് കൊടുക്കാനായിട്ട് ഞാൻ 50,000 രൂപ കൊണ്ടേ വെച്ചാ, ടേബിളിന്റെ പുറത്ത് വെച്ചാ, എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എങ്കിൽ പിന്നെ ആ പണം എവിടെ പോവാനായിട്ടാ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ ശ്രീദേവിയോട് പറഞ്ഞു, മോളെ ആ പൈസ അത് നിന്റെ കയ്യിലേക്ക് ഞാൻ നേരിട്ട് തരുവാണോ ചെയ്തേ? നീ ഒന്ന് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ആ ടേബിൾ വെച്ചെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോഴേക്കും ശ്രീദേവി ഒന്ന് ആലോചിച്ചു. ശ്രീദേവി പറഞ്ഞു, ബാലച്ചൻ പൈസ അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ധർമ്മമാമരയിലല്ലേ കൊടുത്തേ? അങ്ങനെ പറയുന്ന ഞാനും കേട്ടായിരുന്നു. ധർമ്മ പൈസ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഞാൻ കേട്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിപ്പോയായിരുന്നു. എന്നിട്ടോ പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മാമന് പുറത്തേക്ക് പോവുകയും ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ ഇങ്ങനെ ആലോചിക്കുവാണ്. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, ആദ്യമായിട്ട് ആ കടയിൽ ഒരു മോഷണം നടക്കണേന്ന് പറഞ്ഞു. എല്ലാരും ഞെട്ടിപ്പോയി. മോഷണോ? കോമതി വെച്ച്, ബാലേട്ടൻ എന്താ പറയുന്നത്? മോഷണോ? നമ്മുടെ കടയിലോ? അല്ലാതെ പിന്നെ ഞാനെന്താ പറയണേ? 25,000 രൂപ പോയിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നെങ്കിൽ ആ പൈസ കടയിൽ കാണണം, അല്ലെങ്കിൽ ഇവിടെ കാണണം. ഇത് രണ്ടുമില്ലല്ലോ. അപ്പൊ പിന്നെ അതിന് മോഷണം എന്നല്ല പറയേണ്ടത്. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും എല്ലാവരും ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോഴേക്കും ബാലൻ ഇങ്ങനെ ആലോചിച്ചു. ബാലന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ്. കാരണം ധർമ്മനോടാണ് ആ പൈസ എടുത്തു വെക്കാൻ പറഞ്ഞേ അവിടെ വെച്ചിട്ട് പോയത്. താൻ കടയിലേക്ക് വരുന്ന സമയത്ത് ധർമ്മൻ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ടേബിൾ തുറക്കുന്നുണ്ടായിരുന്നു. ടേബിളിനകത്ത് ശ്രീദേവി പൈസ എടുത്ത് വെച്ചെന്നാണ് പറയണത്. ധർമ്മനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ധർമ്മൻ ഓട്ടോക്കൂലി എടുക്കുമെന്ന് പറയുകയും ചെയ്തു. ആകെപ്പാടൊരു പതർച്ച ഉണ്ടായിരുന്നു ധർമ്മന്റെ മുഖത്ത്. എവിടെ പോവാന്ന് ചോദിച്ചപ്പോൾ അത്യാവശ്യമായിട്ട് പുറത്തു വരെ പോവുക. എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഒരാവശ്യം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പെട്ടെന്ന് ബാലൻ ധർമ്മന്റെ അടുത്തേക്ക് വന്നു. എടാ ധർമ്മ എന്നിങ്ങനെ ധർമ്മനെ വിളിച്ചു. ധർമ്മൻ ഇങ്ങനെ നോക്കി. കാരണം സുകന്യയുടെ കയ്യിൽ ആ വാച്ച് അത് ബാലന്റെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ടായിരുന്നു. 25,000 രൂപയെ വാച്ചിനായെന്നാ പറഞ്ഞത്. പിന്നീട് ധർമ്മനോട് ചോദിച്ചു, അല്ല ധർമ്മ, ആ വാച്ച് മേടിക്കാനുള്ള പൈസ നിനക്ക് എവിടുന്നാന്ന് ചോദിച്ചു. ഒരു നിമിഷം ധർമ്മനൊന്നു ഞെട്ടിപ്പോയി, ഒന്ന് പതറിപ്പോയി. അതെന്താളിയാ അങ്ങനെ പറഞ്ഞേ? കാരണം ധർമ്മൻ ചിട്ടി വിളിച്ച് കിട്ടിയ പൈസ കൊണ്ടാണ് ആ വാച്ച് മേടിച്ചേ. അത് സുകന്യയോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സൂക്ഷിച്ച് വെച്ചിരുന്നായിരുന്നു ചിട്ടി വിളിച്ചു കിട്ടിയ പൈസ. അപ്പൊ ആ പൈസയ്ക്ക് ഞാൻ വാച്ച് മേടിച്ചെന്നുള്ള കാര്യം. അപ്പോഴേക്കും ധർമ്മൻ ചോദിച്ചു, എന്താ അളിയാ, അളിയൻ എന്താ ഇങ്ങനെ ചോദിക്കുന്നേന്ന് ചോദിച്ചു. അല്ല നിനക്ക് എവിടുന്നാ പൈസ? അതെന്താ എൻ്റെ കയ്യിൽ അതിന് മാത്രമുള്ള പൈസയൊന്നും ഇല്ലെന്നാണ് അളിയന്റെ വിചാരം. ഞാനെന്താണ് ഒട്ടും ഇല്ലാത്ത ആളാണോ എന്ന് ചോദിച്ചു. അല്ല നിനക്ക് അത്രയും രൂപയൊക്കെ എവിടുന്നാ ഇത്ര പെട്ടെന്ന് എടുക്കാനായിട്ട് കിട്ടിയത്? അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന അളിയാന്ന് പറഞ്ഞു. പിന്നീട് ധർമ്മം ചോദിച്ചു, എന്താ അളിയൻ എന്നെ സംശയിക്കുവാണോ എന്ന് ചോദിച്ചു. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല കേട്ടോ അളിയ. അങ്ങനെയൊന്നും ഇല്ലടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ ധർമ്മ, ഇനിയിപ്പൊ നീ ആ പൈസ എടുത്തെന്ന് വെച്ചോ ഡ്രോയിന്ന്, അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നേ? നീ എടുത്തോ, 25,000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. നിനക്കൊരാവശ്യം വന്നു, നീ എടുത്തു. അതിനിപ്പോ ആരാ ഇവിടെ ചോദിക്കാനിരിക്കണേ എന്നൊക്കെ ഗോമതിയും പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, ഓഹോ, അപ്പൊ ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുമല്ലേ? ചേച്ചി എന്നെ കള്ളനാക്കിയിരിക്കുമല്ലേ? ഞാൻ ഡ്രോയ്ക്കകത്തുനിന്ന് പൈസ എടുത്തെന്നു. അയ്യോടെ മോനെ, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നിനക്ക് എടുക്കാമല്ലോ എന്നാ ഞാൻ പറഞ്ഞേ. ആ സമയത്ത് ബാലൻ പറഞ്ഞു, എടാ ആർക്കും ഒരു കയ്യബത്തമൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. കയ്യബത്തോ? അളിയൻ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ ആ പണം മോഷ്ടിച്ചതാണോ? അല്ലടാ മോഷ്ടിച്ചെന്നല്ല. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അവൻ ആ പൈസ എടുത്താൽ എന്താ ബാലേട്ടാ, അവൻ എടുത്തോട്ടെ. അവന്റെ ഒരു ആവശ്യത്തിന് അവൻ അവിടെ നിന്നല്ലാതെ പിന്നെ എവിടെ നിന്ന് എടുക്കണേന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ ധർമ്മന് സഹിച്ചില്ല. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ എന്നെ കള്ളനാക്കുമല്ലേ? ഇത്രയും കാലമായി ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു പൈസ എടുത്തിട്ടുണ്ട് ആരുടെയും ചോദിക്കാതെ? എടുത്തിട്ടുണ്ടോന്ന് ചോദിച്ചു. എടാ മോനെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല.
നീ മോഷ്ടിച്ചെന്ന് വേണ്ട അളിയ. അളിയൻ ആ പറഞ്ഞതിന്റെ ചോദിച്ചതിൻ്റെയൊക്കെ അർത്ഥം എനിക്ക് എന്താന്ന് മനസ്സിലായി. ഞാൻ ആ പൈസ മോഷ്ടിച്ചിട്ടുണ്ടെന്നല്ലേ. എന്താണെങ്കിലും ഇത്രയും കാലമായിട്ട് എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല എന്നും പറഞ്ഞിട്ട് ധർമ്മം പെട്ടെന്ന് മുറിയിലേക്ക് അങ്ങോട്ട് പോയി. എല്ലാവരും ഒരു നിമിഷം വല്ലാതെ ആയിപ്പോയി. ധർമ്മം മുറി പോയി ഇങ്ങനെ ആലോചിക്കുകയാണ്. ആദ്യമായിട്ട് തന്റെ അളിയന്റെയും ചേച്ചനും കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് വന്നേ. പിന്നീട് ഇവിടെ വളർന്ന് ഓരോ സാഹചര്യം കാര്യങ്ങളെല്ലാം ധർമ്മന്റെ മനസ്സിലേക്ക് വന്നു. അപ്പോഴേക്കും മീനാക്ഷിയും മിത്രം വന്ന് കഥയെ മുട്ടി. മീനാക്ഷി വിളിച്ചു, മാമ കഥ തുറക്കും മാമ എന്ന് പറഞ്ഞു വിളിച്ചു. പക്ഷെ ധർമ്മൻ അത് കേട്ടില്ല. ധർമ്മൻ തന്റെ ഡ്രസ്സെല്ലാം കൂടെ ഒരു ബാഗിനകത്തേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് അതുമായിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഹാളിലേക്ക് വന്നു. ഹാളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് സുകന്യയോട് പറഞ്ഞു, സുകന്യെ നിനക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെ നീ എടുത്തോളാൻ പറഞ്ഞു. ഒരു നിമിഷം സുകന്യ ധർമ്മനെ നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും ആകാശം വന്നിട്ട് ചോദിച്ചു, എന്താ മാമ, മാമൻ എന്താ കാണിക്കണേ? കയ്യേന്ന് വിടാന്ന് പറഞ്ഞു. ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ ഇനി നിൽക്കുന്നില്ല. എന്നെ കള്ളനാക്കി വീടാ. എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അളിയ. ആനന്ദ് പറഞ്ഞു, മാമനെ ആരും കള്ളനാക്കിയിട്ടില്ല ഇവിടെ. വേണ്ടടാ, ഇനി കൂടുതൽ ആരും ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. എന്നോടെന്നാലും ഇത്രയ്ക്ക് വലിയൊരു ചതി നിങ്ങൾ ആരും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അളിയ. ഞാൻ അളിയനെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, മോനെ നിന്നെ ആരും കള്ളനാക്കിയിട്ടില്ല. നിന്നെ ആരും തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. വേണ്ട ചേച്ചി, ഞാനൊരു അധികപ്പറ്റ എവിടെയെന്ന് എനിക്കുള്ള കാര്യം മനസ്സിലായി. ഇത്രയും നാളും ഞാൻ ഇവിടെ കഴിഞ്ഞു. ഇനി എനിക്ക് ഇങ്ങനെയൊരു നിൽപ്പ് ഇവിടെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, നീ ഇത് അങ്ങോട്ടാ പോണേ? ഞാൻ എങ്ങോട്ട് പോയാലും അളിയനും ചേച്ചി അത് നോക്കേണ്ട കാര്യമില്ല. എൻ്റെ ഇഷ്ടമായതെന്ന് പറഞ്ഞു. എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.